ഇവിടെയായിട്ട് ഇതൊരു റെയിൽവേ ടണലാണ്. ഇതുപോലത്തെ പല പല ടണലുകൾ നമ്മൾ പോകുന്ന വഴിക്ക് കാണാം. കാട്ടിനിടയിലായിട്ട് റെയിൽവേ ബ്രിഡ്ജുകൾ, കുന്നും മലകളും എല്ലാം കണ്ടിങ്ങനെ യാത്ര ചെയ്യാം. രസമുള്ള പരിപാടിയാണ്. എന്തായാലും ബസ്സിന് വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ബസ് സ്റ്റോപ്പ് കൊള്ളാം അല്ലേ? നോക്കേ, നല്ല വലിയ മലനിരകളൊക്കെ ആയിട്ടുള്ള നല്ല മനോഹരമായിട്ടുള്ള സ്ഥലം. ഈ ഫോറസ്റ്റിൻ്റെ ബസ്സിലാണ് നമുക്ക് വെള്ളച്ചാട്ടത്തിലേക്ക് പോകേണ്ടത്. കാട്ടിനകത്തൂടെ ബസ് പുറപ്പെട്ടിരിക്കുവാണ്. കണ്ടില്ലേ, വെള്ളം ഇങ്ങനെ ഒഴുകി ഗളകള സൗണ്ടിൽ ഇങ്ങനെ ഒഴുകി പോകുന്നത്. അത് കേട്ടുകൊണ്ട് നിൽക്കാൻ തന്നെ ഒരു നല്ലൊരു അനുഭവമാണ്. ഇന്ന് ഞാൻ പോകുന്നത് പാലരുവി വെള്ളച്ചാട്ടം വരെയാണ്. കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ നിന്നുമാണ് യാത്ര പുറപ്പെടുന്നത്. അങ്ങനെ കൊല്ലം റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തോടെ ഇങ്ങനെ ഞാൻ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. 12 മണിക്കാണ് ട്രെയിൻ. ഇപ്പോൾ സമയം 11:45 ആര്യങ്കാവ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇറങ്ങണം. ആര്യങ്കാവ് എന്ന് പറയുന്നത് കേരള തമിഴ്നാട് ബോർഡറാണ്. അപ്പോഴവിടെ ഇറങ്ങിയതിന് ശേഷം അവിടെ നിന്ന് ഓട്ടോ വിളിച്ചോ ബസ്സിലോ എങ്ങനെയാലും നമുക്ക് പാലരുവി വെള്ളച്ചാട്ടത്തിലേക്ക് പോകാം. അപ്പോഴതാണ് നമ്മുടെ ഇന്നത്തെ പരിപാടി. 12 മണിക്ക് എടുക്കുന്ന വണ്ടി ഒരു ഉച്ചയ്ക്ക് 2 മണിയോടുകൂടി ആര്യങ്കാവ് റെയിൽവേ സ്റ്റേഷനിൽ എത്തുമെന്നാണ് എനിക്ക് തോന്നുന്നത്. നോക്കട്ടെ, പറ്റുമെങ്കിൽ നമുക്ക് തമിഴ്നാടൊക്കെ ഒന്ന് പോയി കറങ്ങിയിട്ട് വരാം. അപ്പോൾ എന്തായാലും നമുക്ക് റെയിൽവേ സ്റ്റേഷനിലേക്ക് കയറിയിട്ട് ട്രെയിനിലേക്ക് കയറാം. ഈ കൊല്ലത്തുനിന്ന് ആര്യങ്കാവ് വരെ പോകുന്നതിന് ടിക്കറ്റ് ചാർജ് 50 രൂപയാണ് കേട്ടോ. ജനറൽ കമ്പാർട്ട്മെൻറ്റ്. ജനറൽ കോച്ചിൽ കയറുന്ന കാര്യമേ ഉള്ളൂ. ഒരുപാട് ജനറൽ കോച്ചുകളുള്ളൊരു ട്രെയിനാണിത്. എന്തായാലും നമുക്ക് റെയിൽവേ സ്റ്റേഷനിലേക്ക് കയറാം. അങ്ങനെ 11:55 ആയപ്പോഴും ഞാൻ ട്രെയിനിൻ്റെ അടുത്ത് എത്തിയിരിക്കുവാണ്. ഇതാണ് നമുക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ട്രെയിൻ. ഗുരുവായൂരിൽ നിന്നും ഓടി വരുന്ന വണ്ടിയാണ് കേട്ടോ ഇത്. 16328 അങ്ങനെയാണ് ട്രെയിൻ നമ്പർ. ഗുരുവായൂരിൽ നിന്നും മധുരയ്ക്ക് പോകുന്ന വണ്ടിയാണ്. അങ്ങനെ കൃത്യം ഉച്ചയ്ക്ക് 12 മണിയായപ്പോൾ തന്നെ നമ്മുടെ ട്രെയിൻ സ്റ്റേഷനിൽ നിന്ന് പുറപ്പെട്ടിരിക്കുവാണ് കേട്ടോ. ഇനി പുനലൂർ എന്ന് പറഞ്ഞ സ്റ്റേഷൻ കഴിഞ്ഞിട്ടേ കുറച്ച് ഭംഗിയുള്ള സ്ഥലങ്ങളെല്ലാം ഉള്ളൂ. അപ്പോൾ പുനലൂർ ആയതിനു ശേഷം വീഡിയോ ഷൂട്ട് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. നോക്കട്ടെ, പോകുന്ന വഴിക്ക് വേറെ എന്തെങ്കിലും കാഴ്ചകൾ കാണുകയാണെന്നുണ്ടെങ്കിൽ കാണിച്ചു തരാം. അങ്ങനെ കുറച്ച് ദൂരം യാത്ര ചെയ്ത് വന്നതിന് ശേഷം പുനലൂർ റെയിൽവേ സ്റ്റേഷൻ എത്താറായിരിക്കുവാണ് കേട്ടോ. പുനലൂർ പ്ലാറ്റ്ഫോമിലേക്ക് ട്രെയിൻ കയറുവാണ്. അങ്ങനെ ആർക്കെങ്കിലും എന്തെങ്കിലും കഴിക്കാനൊക്കെ വാങ്ങണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് വാങ്ങണം കേട്ടോ. ഇനി ഇത് കഴിഞ്ഞതിന് ശേഷം, പുനലൂർ കഴിഞ്ഞതിന് ശേഷം കഴിക്കാനൊന്നും വാങ്ങാൻ കിട്ടില്ല. പിന്നീടുള്ള സ്റ്റേഷനുകളെല്ലാം കുഞ്ഞു കുഞ്ഞു സ്റ്റേഷനുകളാണ്. ഉച്ചയ്ക്ക് 1 മണിയായപ്പോൾ പുനലൂരെത്തി. ഇതാ കണ്ടില്ലേ, ട്രെയിനിലേക്ക് ഓരോ കച്ചവടക്കാർ ഊണും ബിരിയാണിയും അതെല്ലാം കൊണ്ടുവന്നിരിക്കുവാണ്. എനിക്കെന്തായാലും വിശക്കുന്നില്ല, അതുകൊണ്ട് ഞാൻ ഒരു ബോട്ടിൽ വെള്ളം മാത്രമേ വാങ്ങിയുള്ളൂ. അങ്ങനെ 1:11 ആയപ്പോൾ നമ്മുടെ ട്രെയിൻ പുനലൂരിൽ നിന്നും പുറപ്പെട്ടിരിക്കുവാണ്. ഇതേപോലത്തെ സ്നാക്സ് എല്ലാം വാങ്ങാൻ പറ്റുന്ന കടകൾ ഇനി തമിഴ്നാട്ടിൽ കയറിയെങ്കിലേ ഉള്ളൂ. ചെങ്കോട്ട എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടെ കയറിയെങ്കിൽ മാത്രമേ ഇനി ഇതുപോലത്തെ സ്റ്റാളുകളെല്ലാം കാണാൻ പറ്റുള്ളൂ. ചെങ്കോട്ട എത്തുന്നതിന് മുന്നേ ആയിട്ടുള്ളത് ചെറിയ ചെറിയ സ്റ്റേഷനുകളാണ്. അതാ ഞാൻ പറഞ്ഞത്, എന്തെങ്കിലും കഴിക്കാനോ വെള്ളമോ എന്തെങ്കിലും വാങ്ങാനുണ്ടെങ്കിൽ പുനലൂരിൽ നിന്ന് വാങ്ങുന്നതായിരിക്കും നല്ലത്. പിന്നീട് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഒന്നും വാങ്ങാൻ കിട്ടില്ല. പുനലൂർ വരെ ട്രെയിൻ അത്യാവശ്യം സ്പീഡിലാണ് വന്നത്. പുനലൂർ കഴിയുമ്പോൾ വണ്ടി നല്ലതുപോലെ സ്ലോ ആവും കേട്ടോ. വളവുകളും തിരിവുകളുമാണ്. പിന്നീടുള്ളത് വനപാതയാണ്. കാട്ടിലൂടെയാണ് ട്രെയിൻ പോകുന്നത്. ഇപ്പോഴേ കാട് ആരംഭിച്ചിട്ടില്ല, കുറച്ചും കൂടെ അങ്ങോട്ടേക്ക് കഴിയുമ്പോൾ കാട് തുടങ്ങും. ആകാശത്ത് നല്ല തെളിഞ്ഞ ആകാശവുമാണ്, പക്ഷേ ഇടയ്ക്കായിട്ട് ചെറിയ കാർമേഘങ്ങളും ഉണ്ട് കേട്ടോ. ഇത് അവിടെയായിട്ടെല്ലാം കണ്ടില്ലേ, അവിടെയായിട്ടെല്ലാം ഒരു കറുത്ത മേഘങ്ങളും കാണുന്നുണ്ട്. ഒരു തണുത്ത കാറ്റും അടിക്കുന്നുണ്ട്. മഴ എവിടെയോ പെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ചെറുതായിട്ടൊരു തണുത്ത കാറ്റ് ട്രെയിനിലേക്ക് അടിക്കുന്നുണ്ട്. വെയിലില്ല, കണ്ടില്ലേ, കാലാവസ്ഥ ഒന്ന് മങ്ങിക്കിടക്കുവാണ്. പക്ഷേ ആകാശം നല്ല നീല കളറിൽ കാണാം. ഈ റൂട്ട് പോകുമ്പോഴേ ഇതേപോലെ ഒരുപാട് വളവുകളും തിരിവുകളും ഉണ്ട്. അപ്പോൾ ട്രെയിൻ ഇങ്ങനെ വളഞ്ഞു പോകുന്നത് കാണാൻ നല്ലൊരു അനുഭവമാണ്. അങ്ങനെ പുനലൂർ കഴിഞ്ഞു. ഈ വരാൻ പോകുന്ന സ്റ്റേഷനാണ് ഇടമൺ. കോഴിക്കോടൊക്കെ നോക്കേ. അങ്ങനെ പറഞ്ഞത്, ഇടമൺ എന്ന് പറഞ്ഞ സ്റ്റേഷൻ എത്താറായപ്പോൾ അവിടെ ആയിട്ട് ഒരു മഴയുടെ അന്തരീക്ഷം കാണുന്നത് കണ്ടില്ലേ. അങ്ങോട്ടായിട്ട് ആകാശം ഒന്ന് മഴക്കോളായിട്ട് കാണുന്നുണ്ട്. എന്തായാലും ഈ വളവ് വളഞ്ഞ് കയറുന്നത് ഇടമൺ സ്റ്റേഷനിലേക്കാണ്. ഈ ഇടമൺ സ്റ്റേഷൻ്റെ പരിസരമൊക്കെ നല്ല ഭംഗിയാണ് കേട്ടോ. കുറേ ഓടിട്ട കടകളും കടമുറികളും എല്ലാം കാണാം. നല്ല ഭംഗിയാണ് ഈ ഒരു റൂട്ട്.
ഞാൻ ഈ ഇടമൺ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് ഇതുവഴി മെയിൻ റോഡിലേക്ക് പോകാൻ പറ്റും. അങ്ങനെ നടന്നു പോകുന്നൊരു വീഡിയോ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇതോ കണ്ടില്ല, അവിടെ ആയിട്ടെല്ലാം ഓടിട്ട കുറേ കടമുറികളെല്ലാം കാണാം. നല്ല വൃത്തിയുള്ള റെയിൽവേ സ്റ്റേഷനാണ് ഇടമൺ. പൂക്കളൊക്കെ വെച്ച് അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു. ഇതാ കണ്ടില്ലേ, ചെടിയൊക്കെ വെച്ചിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, വീട് പോലെ പരിപാലിച്ചിട്ടുണ്ട് വൃത്തിയായിട്ട്. അങ്ങനെ ഇടമൺ സ്റ്റേഷൻ കഴിഞ്ഞിരിക്കുകയാണ്. മിക്കവാറും നമ്മൾ ആര്യങ്കാവ് എന്ന് പറഞ്ഞ സ്റ്റേഷൻ എത്തുമ്പോൾ മഴയായിരിക്കും എന്നാണ് തോന്നുന്നത് കേട്ടോ. അങ്ങോട്ടായിട്ടെല്ലാം നല്ലതുപോലെ ഇരുണ്ട മേഘങ്ങൾ കാണുന്നുണ്ട്. ഈ ഭാഗത്തായിട്ടെല്ലാം കൂടുതലും റബ്ബറാണ് കേട്ടോ. ഒരുപാട് റബ്ബർ തോട്ടങ്ങൾ കാണാം. റബ്ബർ എസ്റ്റേറ്റിനിടയിലൂടെയൊക്കെ നടക്കുന്നത് ഒരു പ്രത്യേക അനുഭവമാണല്ലേ. നല്ല തണലും എല്ലാം ആയിരിക്കും. പക്ഷേ ഇഴജന്തുക്കൾ കാണും, പാമ്പ്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കാണും. പക്ഷേ എന്നാലും ഒരു പ്രത്യേക രസമാണ് റബ്ബർ എസ്റ്റേറ്റിനിടയിലൂടെ ഇങ്ങനെ ചാടി നടക്കുന്നത്. ഇപ്പോഴും നമ്മൾ അത്യാവശ്യം നല്ല ഉയരത്തിലൂടെയാണ് കേട്ടോ ട്രെയിനിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. കുറേ റബ്ബർ എസ്റ്റേറ്റുകൾ താഴെ ഇങ്ങനെ കാണാമായിരുന്നു. നമ്മളീ പോകുന്ന റൂട്ടും റബ്ബർ എസ്റ്റേറ്റാണ്. ഇതാ കണ്ടില്ല, ഈ കാണുന്നതെല്ലാം റബ്ബറാണ് നിൽക്കുന്നത്. എന്നാലും നല്ല വ്യൂ ആയിട്ട് കാണാം കേട്ടോ. ഇവിടെ ആയിട്ടെല്ലാം നല്ല വ്യൂ ആണ്. ആ കാണുന്നത് കംപ്ലീറ്റ് ആയിട്ട് റബ്ബർ എസ്റ്റേറ്റ് ആണ് കേട്ടോ. കുന്നും മലകളും എല്ലാം കണ്ടിങ്ങനെ യാത്ര ചെയ്യാം. രസമുള്ള പരിപാടിയാണ്. ഞാൻ പറഞ്ഞില്ലേ മഴ പെയ്യാൻ സാധ്യതയുണ്ടെന്ന്. കോളിങ്ങനെ വരും പോവും ആ രീതിയിൽ നിൽക്കുവാണ്. നമ്മളിങ്ങനെ പോകുന്ന വഴിയിലായിട്ട് ദൂരെയായിട്ട് നമുക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള റെയിൽവേ ബ്രിഡ്ജുകളെല്ലാം കാണാം കേട്ടോ. കാണിച്ചു തരാം. ഇതോ കണ്ടില്ലേ, സൂക്ഷിച്ച് നോക്കിയോ, അവിടെ ആയിട്ടെല്ലാം കാണാം. കാട്ടിനിടയിലായിട്ട് റെയിൽവേ ബ്രിഡ്ജുകൾ. നമ്മൾ കറങ്ങിത്തിരിഞ്ഞ് ആ ഒരു ബ്രിഡ്ജിൻ്റെ മുകളിലൂടെയാണ് പോകുന്നത്. പക്ഷെ അതിന് മുകളിലൂടെ പോകുമ്പോഴും നമുക്കങ്ങനെ കാണാൻ പറ്റില്ല. ദൂരെ നിന്ന് കാണുമ്പോഴേ കാണാൻ പറ്റുള്ളൂ. ഇവിടെ ആയിട്ട് ഇതൊരു റെയിൽവേ ടണലാണ്. ഇതുപോലത്തെ പല ടണലുകൾ നമ്മൾ പോകുന്ന വഴിക്ക് കാണാം. ഇതുപോലത്തെ ഒരു ടണൽ കയറി ഇറങ്ങുമ്പോഴാണ് തമിഴ്നാട്ടിലേക്ക് പ്രവേശിക്കുന്നത്. ഞാൻ തെങ്കാശി വരെയുള്ള ടിക്കറ്റ് എടുത്തിട്ടുണ്ട് ട്രെയിനിൽ. 55 രൂപയാണ് തെങ്കാശി വരെ പോകുന്നതിന് ടിക്കറ്റ് ചാർജ്. ഞാനത് എടുത്തിട്ടുണ്ട്. എന്നാലും ഞാനൊന്ന് പറഞ്ഞതാണ്, കൊല്ലത്ത് നിന്നും ആര്യങ്കാവ് എന്ന് പറഞ്ഞ സ്ഥലം വരെ വരുന്നതിന് 50 രൂപയേ ഉള്ളൂ. അവിടെ ആയിട്ടൊരു മല കണ്ടില്ലേ, ആ മലയാണ് ഉറുകുന്നു കുരിശുമല. അതിന് മുകളിലായിട്ടൊരു ക്രിസ്ത്യൻ പള്ളിയുണ്ട്. അതിന് ഓപ്പോസിറ്റ് സൈഡായിട്ട് ഒരു അമ്പലവും ഉണ്ട്. പാണ്ഡവൻ പാറ എന്നൊക്കെ പറഞ്ഞിട്ട് പാറയുണ്ട്. ശിവപാർവതി ക്ഷേത്രമുണ്ട്. അങ്ങനെ കുറച്ച് പ്രത്യേകതകളൊക്കെ ഉള്ള സ്ഥലമാണ് ആ കാണുന്ന മല. നല്ലൊരു വ്യൂ ആയിട്ട് കാണാൻ പറ്റും. എവിടെയെങ്കിലും കാണുവാണെങ്കിൽ കാണിച്ചു തരാം. കണ്ടില്ലേ, ആ കാണുന്നതാണ് ഉറുകുന്നു കുരിശുമലയും പാണ്ഡവൻ പാറയും. കണ്ടില്ലേ, നല്ല ഹൈറ്റിലാണ് കേട്ടോ. ഇടയ്ക്ക് മരങ്ങൾ കയറി വരുന്നുണ്ട്, അതുകൊണ്ട് നല്ലൊരു വ്യൂ കിട്ടുന്നില്ല. അതാ നമ്മൾ നേരത്തെ കണ്ട ഒരു റെയിൽവേ പാലമാണിത്. കാട്ടിൻ്റെ ഇടയിലായിട്ട് റെയിൽവേ പാലം കാണാമെന്ന് പറഞ്ഞില്ലായിരുന്നു, ആ ഒരു പാലമാണ് ഈ കാണുന്നത്. ഇവിടെ നിന്നുള്ള വ്യൂ അടിപൊളിയാണ് കേട്ടോ. ഓക്കെ, ഞാനാ പറഞ്ഞ ആ ഒരു പാറയ്ക്ക് താഴെയായിട്ട്, ആ ഒരു മലയ്ക്ക് താഴെയായിട്ട് ഒരു റെയിൽവേ സ്റ്റേഷനുണ്ട്. ആ സ്റ്റേഷൻ്റെ പേരാണ് ഒറ്റക്കൽ. ഒറ്റക്കൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ ആ കാണുന്ന മലയുടെ മുകളിലേക്ക്. നമുക്കൊരു ദിവസം വരണം. അങ്ങോട്ടേക്ക് പോകും തോറും മഴക്കോള് താഴേക്ക് വന്നുകൊണ്ടിരിക്കുവാണ് കേട്ടോ. ഇത്തവണ സ്കൂൾ തുറന്നിട്ട് മഴ പെയ്തില്ലല്ലേ. സാധാരണ ജൂൺ 1 മഴ പെയ്യുന്നതാണ്. ജൂൺ 2 മഴ പെയ്തില്ല. ഇന്ന് ജൂൺ 2. അതിവിടെ അടിപൊളിയായിട്ട് ആ ഒരു മല നല്ലതുപോലെ കാണാം കേട്ടോ. അവിടെ ആയിട്ടൊരു കുരിശുണ്ട്. ഇപ്പുറത്തെ ഭാഗത്തായിട്ട് അമ്പലമുണ്ട്. പക്ഷെ അമ്പലത്തിൻ്റെ ആ ഒരു വ്യൂ നമുക്ക് ട്രെയിനിൽ ഇരുന്ന് കിട്ടില്ല. അങ്ങനെ ഞാൻ ആ പറഞ്ഞ ഒറ്റക്കൽ എന്ന് പറഞ്ഞ റെയിൽവേ സ്റ്റേഷൻ എത്തിയിരിക്കുവാണ്. എന്താ ഇവിടെ ആയിട്ട് ബോർഡ് കാണാം, ഒറ്റക്കൽ. വലിയ തിരക്കൊന്നുമില്ലാത്ത വളരെ ശാന്തമായിട്ടുള്ളൊരു സ്റ്റേഷനാണ് കേട്ടോ. ഇവിടെ നിന്നൊന്നും ആരും ഇറങ്ങാനും കയറാനൊന്നും ഇല്ലായിരുന്നു. ഇവിടെ നിന്ന് ആ ഒരു പാറയുടെ വ്യൂ കണ്ടില്ലേ, ഈ ഭാഗത്തായിട്ടാണ് അമ്പലം ഉള്ളത്. അങ്ങനെ ഒറ്റക്കൽ നിന്നും ട്രെയിൻ പുറപ്പെട്ടിരിക്കുവാണ്. ഈ ട്രെയിൻ മാത്രമേ ഇവിടെ സ്റ്റോപ്പുള്ളൂ കേട്ടോ. ഈ റൂട്ട് പക്ഷേ വേറെ ട്രെയിനുകൾ പോകുന്നുണ്ട്. പാലരുവി എക്സ്പ്രസ് എന്ന് പറഞ്ഞ ട്രെയിൻ പോകുന്നുണ്ട്. പിന്നെ ചെന്നൈ എഗ്മോർ ട്രെയിൻ പോകുന്നുണ്ട്. പിന്നെ വേളാങ്കണ്ണി പോകുന്ന ട്രെയിൻ പോകുന്നുണ്ട്. അതിനൊന്നും ഇവിടെ സ്റ്റോപ്പില്ല. നമ്മളീ പോകുന്ന ഈ ട്രെയിന് മാത്രമേ ഇവിടെ സ്റ്റോപ്പുള്ളൂ. നമുക്ക് വേറൊരു ദിവസം
നല്ല മഴയൊന്ന് കനക്കുന്ന സമയമുണ്ടല്ലോ, അപ്പോഴേ ഈ റൂട്ടൊന്ന് വരണം. നല്ല ഭംഗിയാണ്, കോടമഞ്ഞെല്ലാം കാണാൻ പറ്റും. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്കൊന്നും കൂടെ വരണം. ഇനി അടുത്ത സ്റ്റേഷനാണ് തെന്മല. കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ് തെന്മല ഇക്കോ ടൂറിസം എല്ലാം. അപ്പോൾ അതിൻ്റെ പരിസരത്തുള്ളൊരു സ്റ്റേഷനാണ് തെന്മല. തെന്മല എത്താറായപ്പോഴത്തേക്ക് നോക്കിയാൽ താഴെയായിട്ട് പൈനാപ്പിൾ കൃഷി കാണാം. സൂക്ഷിച്ച് നോക്കിയോ കാണാം. കണ്ടില്ലേ, കുറേ പൈനാപ്പിളിൻ്റെ കൃഷിയാണ് കാണുന്നത്. നിങ്ങൾ നേരിട്ട് വരുമ്പോഴേ നല്ലതുപോലെ ആ ഒരു വ്യൂ കിട്ടും കേട്ടോ. പെട്ടെന്ന് വീഡിയോയിലൂടെ അത് കിട്ടില്ല. ഈ വളവ് വളഞ്ഞൊരു ടണലിലേക്കാണ് കയറുന്നതെന്നാണ് തോന്നുന്നത്. യെസ്, ഇതൊരു വളഞ്ഞ ടണലാണ്. കണ്ടില്ലേ, വളവാണ് ഈ ഒരു ടണൽ. എന്തായാലും കൊള്ളാം കേട്ടോ. ഈ ഒരു സ്ഥലമെല്ലാം കാണാൻ നല്ല ഭംഗിയുണ്ട്. കണ്ണിനും മനസ്സിനും നല്ല ശാന്തത കിട്ടുന്നുണ്ട്. നല്ല പച്ചപ്പും ഹരിതാപമായിട്ടുള്ള സ്ഥലം. ഈ തെന്മല റെയിൽവേ സ്റ്റേഷൻ അടുത്തായിട്ട് കണ്ടില്ലേ, അവിടെ ആയിട്ടൊരു വലിയൊരു മലയും കാണാം. ആ മലയുടെ നേരെ ഫ്രണ്ടിലായിട്ട് താഴെയായിട്ടാണ് തെന്മല റെയിൽവേ സ്റ്റേഷൻ വരുന്നത്. കണ്ടില്ലേ തെന്മല ബോർഡ്. അവിടെ നിന്ന് തമിഴ് അമ്മമാരാണ് കേട്ടോ. ഇവിടെ എന്തെങ്കിലും ജോലിക്കായിട്ട് വന്നവരായിരിക്കും. അങ്ങനെ തെന്മലയിൽ കുറച്ച് നേരം നിർത്തിയതിന് ശേഷം വണ്ടി പുറപ്പെട്ടിരിക്കുവാണ്. ഇതാ കണ്ടില്ലേ, ഈ കാണുന്നതാണ് ഞാൻ പറഞ്ഞ മല. മരങ്ങൾക്കിടയിലായിട്ട് കാണാൻ പറ്റും. ഓ, ഇനി പറ്റത്തില്ല. അങ്ങനെ തെന്മല സ്റ്റേഷനിൽ നിന്നും ട്രെയിൻ പുറപ്പെട്ടിരിക്കുവാണ്. ഇവിടെ പഴയ സ്റ്റേഷനെല്ലാം കാണാൻ കേട്ടോ. അതോ ആ കാണുന്നത് പഴയ പണ്ടത്തെ മീറ്റർ ഗേജ് ഉണ്ടായിരുന്ന സമയത്തുള്ളൊരു സ്റ്റേഷനാണ്. ആ മരങ്ങൾക്കിടയിലായിട്ട് കാണാമായിരുന്നു. അതാണ്ടേ ഇവിടെ നല്ലതുപോലെ ആ ഒരു മല കാണുന്നുണ്ട്. മുകളിലായിട്ട് വലിയ വലിയ പാറകളൊക്കെ നിൽപ്പുണ്ട്. നിങ്ങൾ നേരിട്ട് ഈ റൂട്ട് വരുമ്പോൾ കാണാം. ഇതാ നമുക്ക് ട്രെയിൻ പോകുന്നതിന് സമാന്തരമായിട്ട് തന്നെ ഹൈവേയും പോകുന്നുണ്ട്. തമിഴ്നാട്ടിലേക്ക് പോകുന്ന റോഡാണത്. ഈ റൂട്ട് പോകുമ്പോഴേ മിക്കവാറും KSRTC ബസ് അതുവഴി പോകുന്നത് കാണാം. നമുക്ക് നോക്കാം. ഇവിടെ കുറച്ചും കൂടെ മുന്നിലേക്ക് പോകുമ്പോഴേ 13 കണ്ണറ പാലം എന്ന് പറഞ്ഞൊരു പാലമുണ്ട്, കഴുതുരുട്ടി ബ്രിഡ്ജ്. നിങ്ങൾ ഈ റൂട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ട്രെയിനിൻ്റെ വലത് ഭാഗത്തായിട്ടിരിക്കണം കേട്ടോ. വലത് ഭാഗത്താണ് കാഴ്ചകൾ കൂടുതലായിട്ടും ഉള്ളത്. ഞാനിപ്പോഴും ഇരിക്കുന്നത് വലത് ഭാഗത്താണ്. ഈ വലത് ഭാഗത്തിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞ ആ ഒരു കഴുതുരുട്ടി പാലം, 13 കണ്ണറ പാലത്തിൻ്റെ നല്ലൊരു വ്യൂ കാണാൻ പറ്റും. കുറച്ചും കൂടെ മുന്നിലേക്ക് പോകുമ്പോൾ കാണിച്ചു തരാം. 13 കണ്ണറ പാലത്തിന് മാത്രമല്ല, പല പല കാഴ്ചകൾ ഈ ഒരു ഭാഗത്താണ് കൂടുതലായിട്ടും ഉള്ളത്. അപ്പുറത്തെ ഭാഗത്തായിട്ട് ഉയർച്ചയാണ്, ഈ വലത് ഭാഗത്തായിട്ട് താഴ്ചയും. താഴേക്കുള്ള വ്യൂ എല്ലാം ഇവിടെ നിന്നാണ് നല്ലതുപോലെ കാണാൻ പറ്റുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, വലത് ഭാഗത്തിരിക്കുന്നതാണ് നല്ലതെന്ന്. സീറ്റ് ഉണ്ടെങ്കിൽ വലതിരിക്കുക, ഇല്ലെങ്കിൽ എവിടെയെങ്കിലും ഇരിക്കുക. സീറ്റ് കാണും. ഈ റൂട്ട് മിക്കവാറും വലിയ തിരക്കൊന്നും കാണില്ല, ഇഷ്ടംപോലെ സീറ്റ് കാണും. അങ്ങനെ 3 മണിയായപ്പോൾ നമ്മൾ ആര്യങ്കാവ് റെയിൽവേ സ്റ്റേഷനിൽ വന്നു കേട്ടോ. ഇതിനിടയിലായിട്ട് കുറച്ച് റെയിൽവേ സ്റ്റേഷനൊക്കെ ഉണ്ടായിരുന്നു. എടപ്പാളയം എന്ന് പറഞ്ഞൊരു സ്റ്റേഷൻ ഉണ്ടായിരുന്നു. പിന്നെ കഴുതുരുട്ടി എന്ന് പറഞ്ഞൊരു സ്റ്റേഷൻ ഉണ്ടായിരുന്നു. കഴുതുരുട്ടി എന്ന് പറഞ്ഞ സ്റ്റേഷൻ അടുത്തായിട്ടാണ് 13 കണ്ണറ പാലം ഉള്ളത്. നല്ല മനോഹരമായിട്ടുള്ളൊരു വളഞ്ഞ പാലമാണ്, 13 ആർച്ചുള്ളൊരു പാലമാണത്. അങ്ങനെ ആ പാലമെല്ലാം കണ്ടിട്ട് നല്ല മനോഹരമായിട്ടുള്ള കുന്നും മലയും എല്ലാം കണ്ടതിന് ശേഷം ആര്യങ്കാവ് റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങിയിരിക്കുവാണ്. ഇനി ഇവിടെ നിന്ന് ഒരു 2 കിലോമീറ്റർ അടുപ്പിച്ചേ ഉള്ളൂ പാലരുവി വെള്ളച്ചാട്ടത്തിൻ്റെ ആ ഒരു എൻട്രൻസ്. അപ്പോഴങ്ങോട്ടേക്കാണ് പോകുന്നത്. ഇപ്പോൾ സമയം 3 മണിയായിട്ടുണ്ട്. എന്തെങ്കിലും കഴിക്കണം കേട്ടോ, നല്ല വിശക്കുന്നുണ്ട്. 4 മണി വരെ അവിടെ പ്രവേശനമുള്ളൂ. 4 എന്നാണ് കാണിച്ചത്. 4 മണി വരെ അവിടെ പ്രവേശനമുള്ളൂ കേട്ടോ. അപ്പോഴേ 4 മണിക്ക് മുന്നേ ആയിട്ട് അവിടെ എത്തണം. 4 മണി വരെയാണ് ആ ഒരു ഗൂഗിൾ മാപ്പിൽ കാണിക്കുന്ന സമയം. എന്താണെന്ന് അറിയില്ല. എന്തായാലും നമുക്ക് എന്തെങ്കിലും കഴിച്ചതിന് ശേഷം അങ്ങോട്ടേക്ക് പോകാം. കൊട്ടാരക്കര, പുനലൂർ ആ ഭാഗത്തേക്ക് പോകുന്ന ബസ്സിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് പാലരുവി വെള്ളച്ചാട്ടത്തിൻ്റെ ആ ഒരു ആർച്ചിൻ്റെ ആ ഒരു എൻട്രൻസിൻ്റെ അടുത്ത് ഇറങ്ങാൻ പറ്റും. ഇവിടെ ഇത് കേരള തമിഴ്നാട് ബോർഡർ ആയതുകൊണ്ട് ഇവിടെ ഒരുപാട് ലോട്ടറി കടകളുണ്ട് കേട്ടോ. തമിഴ്നാട്ടിൽ ലോട്ടറി ഇല്ലല്ലോ. അവിടെയുള്ള ആൾക്കാരെല്ലാം ഇവിടെ വന്ന് ഒരുപാട് ലോട്ടറി വാങ്ങാറുണ്ട്. ഇതാ കണ്ടില്ലേ, ഈ വരിയായിട്ട് കാണുന്നതെല്ലാം കംപ്ലീറ്റ് ആയിട്ടും ലോട്ടറി കടകളാണ്. എന്താ ഇങ്ങോട്ടേക്ക് നടന്നു വന്നപ്പോൾ ഇവിടെ ആയിട്ടൊരു ഹോട്ടലിൻ്റെ ബോർഡൊക്കെ കാണുന്നുണ്ട്. എന്തായാലും നമുക്ക് എന്തെങ്കിലും കഴിച്ചതിന് ശേഷം ബാക്കി ആലോചിക്കാം. അങ്ങനെ ഉച്ചക്കത്തെ ഊണ് കഴിഞ്ഞ കേട്ടോ. 90 രൂപയായിരുന്നു ഊണിന്. സാധാ ഊണായിരുന്നു. കുറച്ച് കറികളൊക്കെ ഉള്ള സാധാ ഒരു ഊണായിരുന്നു. പക്ഷേ നല്ല വിശപ്പുള്ളത് കൊണ്ട് നല്ല രുചിയുണ്ടായിരുന്നു. അങ്ങനെ എന്തായാലും ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഈ റോട്ടിൽ കൂടെ പോകുന്ന
ഏത് ബസ്സിൽ കയറിയാലും പാലരുവി വെള്ളച്ചാട്ടത്തിൻ്റെ ഫ്രണ്ടിൽ ആ ഒരു ആർച്ചിൻ്റെ ഫ്രണ്ടിൽ ഇറങ്ങാം കേട്ടോ. അപ്പോഴെന്തായാലും ബസ് വരട്ടെ. ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഈ നിൽക്കുന്ന ഈ വഴിയിൽ നിന്ന് താഴേക്ക് പോയി കഴിഞ്ഞാൽ ആര്യങ്കാവ് ബസ് സ്റ്റാൻഡാണ്. അവിടെ പോയി കഴിഞ്ഞാൽ അവിടെ നിന്നും കൊട്ടാരക്കര, പുനലൂർ അങ്ങോട്ടേക്കെല്ലാം പോകുന്ന ബസ്സുകളുണ്ട്. അപ്പോൾ ഏതെങ്കിലും ബസ്സിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സ്ഥലത്ത് ഇറങ്ങാൻ പറ്റും. എന്തായാലും ബസ് വരട്ടെ. എന്തായാലും ബസ്സിന് വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ബസ് സ്റ്റോപ്പ് കൊള്ളാം അല്ലേ? നോക്കേ, നല്ല വലിയ മലനിരകളൊക്കെ ആയിട്ടുള്ള നല്ല മനോഹരമായിട്ടുള്ള സ്ഥലം. യെസ്, ആര്യങ്കാവ് ബസ് സ്റ്റാൻഡിൽ നിന്നും ഒരു ബസ് വരുന്നുണ്ട്. അങ്ങനെ ഞാൻ ബസ്സിൽ കയറിയിരിക്കുവാണ്. നോക്കേ, ബസ്സിനകത്ത് കാലിയാണ് കേട്ടോ. പൂത്തോട്ടം എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകുന്ന ബസ്സാണിത്. 10 രൂപയാണ് ബസ്സിന് ടിക്കറ്റ് ചാർജ്, നമ്മൾ പാലരുവിയുടെ ആർച്ച് വരെ പോകുന്നതിന്. ഒരുപാട് പിള്ളേർ ബസ്സിലേക്ക് ഓടി വരുന്നുണ്ട് കേട്ടോ. ഇവിടെ നിന്ന് ഉള്ളിലേക്കാണ് റോസ്മല എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകുന്ന റൂട്ട്. ഇതോ അവിടെ നിന്ന് ആ പോകുന്ന വഴി കണ്ടില്ലേ, ആ ഒരു കാറ് പോകുന്നത്, ആ വഴിയിലൂടെയാണ് റോസ്മലയിലേക്ക് പോകേണ്ടത്. പൂത്തോട്ടം ഏതെങ്കിലും ഗ്രാമമായിരിക്കുമല്ലേ, ഉള്ളിലേക്കുള്ള ഏതെങ്കിലും ഒരു ഗ്രാമമായിരിക്കും. നമുക്ക് വേറൊരു ദിവസം വന്നിട്ട് പൂത്തോട്ടം വരെ പോവാം. ഓ, ഇതൊരു സ്കൂൾ ബസ് പോലെയാണ് കേട്ടോ. കുറേ സ്റ്റുഡൻസ് പോകുന്നൊരു ബസ്സാണിത്. ഒരുപാട് പേര് അവിടെ നിന്ന് ഓടി വരുന്നുണ്ട്. എല്ലാവരും ഓടി കയറുക. ഇതാ കണ്ടില്ലേ, ഈ വഴി ഉള്ളിലേക്ക് പോകുന്നതാണ് റോസ്മല. ഞാനിങ്ങനെ വീഡിയോ എടുത്തുകൊണ്ട് നിന്നപ്പോഴേ എന്നെ കളിയാക്കിക്കൊണ്ട് നിന്ന കേട്ടോ. അതെവിടെ ഈ സ്കൂളിൽ നിന്നെല്ലാം ഒരുപാട് സ്റ്റുഡൻസ് ഈ ബസ്സിലേക്ക് കയറാനുണ്ട്. കൊള്ളാലോ, നല്ലൊരു പള്ളി. അങ്ങനെ എന്നെ ഇവിടെ ഇറക്കിയിട്ട് പൂത്തോട്ടത്തേക്ക് പോകുന്ന ബസ് പോകുവാണ്. അങ്ങനെ ഈ കാണുന്ന സ്ഥലമാണ് പാലരുവി ജംഗ്ഷൻ. ജംഗ്ഷൻ എന്നൊന്നും പറയാനില്ല, ഇവിടെ ആയിട്ട് കൊച്ചു കൊച്ചു കടകളൊക്കെ ഉള്ളൊരു ചെറിയൊരു സ്ഥലം. അതാണ് പാലരുവി. തമിഴ്നാട്ടിൽ നിന്ന് നമ്മുടെ നാട്ടിലേക്ക് പഴങ്ങളെല്ലാം കൊണ്ടുവരുന്ന വണ്ടിയാണ് ഈ കാണുന്നത്. ഇവിടെ ഈ ഒരു സ്ഥലത്ത് RTO ചെക്ക് പോസ്റ്റാണ്, കണ്ടില്ലേ, അവിടെ ആയിട്ട് ബോർഡ് വെച്ചിട്ടുണ്ട്, RTO ചെക്ക് പോസ്റ്റ് ആര്യങ്കാവ്. നമ്മുടെ നാട്ടിലേക്ക് സാധനങ്ങളെല്ലാം ഇറക്കിയിട്ട് കാലിയായിട്ട് തമിഴ്നാട് ലോറി തിരികെ പോവുകയാണ്. ഇവിടെ ആയിട്ട് കേരള തമിഴ്നാട് ബോർഡർ പരിസരമായതുകൊണ്ട് മലയാളത്തിലും തമിഴിലും എല്ലാം ചായ, കാപ്പി എന്നെല്ലാം എഴുതിയിട്ടുണ്ട്. അങ്ങനെ ഞാൻ വന്ന് ഇറങ്ങിയ സ്ഥലത്ത് വേറൊരു ബസ് വന്ന് നിർത്തിയിരിക്കുവാണ്. കൊല്ലം ബസ്സാണ് നിർത്തിയിരിക്കുന്നത്. തെങ്കാശി എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നും ഓടി വന്ന ബസ്സാണ് ആ നിർത്തിയിട്ടിരിക്കുന്നത്. അതായത് ഇവിടെ ആയിട്ട് RTOയുടെ വകയായിട്ട് ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്, വെൽക്കം ടു കേരള. അങ്ങനെ ഞാൻ പാലരുവി വെള്ളച്ചാട്ടത്തിൻ്റെ ആർച്ചിൻ്റെ അടുത്ത് എത്താറായിരിക്കുവാണ്. ഇവിടെ ആയിട്ടെല്ലാം ഓരോരോ ചെറിയ ചെറിയ സ്റ്റാളുകളെല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട്. ഇപ്പുറത്തായിട്ട് കണ്ടില്ലേ, ഇത് KTDC ആണ് കേട്ടോ. KTDCയുടെ ബിൽഡിംഗ് ആണ് ഈ കാണുന്നത്. അങ്ങനെ ഞാൻ പാലരുവി വെള്ളച്ചാട്ടത്തിൻ്റെ ആർച്ചിൻ്റെ നേരെ ഫ്രണ്ടിലെത്തിയിരിക്കുവാണ്. ഇതിനുള്ളിലേക്ക് നടന്നു പോവാം. വൈകുന്നേരം 4 മണി വരെ പ്രവേശനമുള്ളൂ കേട്ടോ. എന്തായാലും ഈ ഉള്ളിലേക്ക് പോകുന്ന വഴിയെല്ലാം നല്ല ഭംഗിയുള്ള വഴിയാണ് കേട്ടോ. നല്ല ഒരു വന അന്തരീക്ഷം, 2 ഭാഗത്തായിട്ടും കൽത്തൂണുകളെല്ലാമായിട്ടേ കൊള്ളാം, നല്ല ഭംഗിയുണ്ട്. നല്ല ചീവീടിൻ്റെ സൗണ്ട് ഇങ്ങനെ കേൾക്കുന്നുണ്ട് കേട്ടോ. ഞാൻ മിണ്ടായിരിക്കാം, അപ്പോഴാ ഒരു ചീവീടിൻ്റെ സൗണ്ട് നല്ലതുപോലെ കേൾക്കാം. കേട്ടില്ലേ, ചീവീടാണോ വനത്തിൽ ജീവിക്കുന്ന ഏതൊക്കെയോ ജീവികളുടെ സൗണ്ട് ഇങ്ങനെ കേൾക്കാം. നമ്മളിങ്ങനെ നടന്നുള്ളിലേക്ക് വരുമ്പോൾ ഇവിടെ ആയിട്ട് ചെറിയൊരു പാലമെല്ലാം കാണുന്നുണ്ട്. അതിന് താഴെയായിട്ട് ചെറിയൊരു അരുവിയൊക്കെ ഒഴുകി വരുന്നുണ്ട്. കുറേ കൂടെ മഴ പെയ്യുമ്പോൾ നല്ല ഭംഗിയായിരിക്കും അല്ലേ. ഞാനിവിടെ ആർച്ചിൻ്റെ അടുത്ത് കണ്ടപ്പോൾ വിചാരിച്ചേ ഇവിടെ ആരും കാണില്ലെന്ന് വിചാരിച്ചു. പക്ഷേ ഇങ്ങോട്ട് ഉള്ളിലേക്ക് വന്നപ്പോൾ ഇവിടെ ഒരുപാട് വണ്ടികളും എല്ലാം നിർത്തിയിട്ടിട്ടുണ്ട്. മിനി ബസ്സുകളും ബൈക്കും കാറും എല്ലാം നിർത്തിയിട്ടിട്ടുണ്ട്. ഇവിടെ ആയിട്ട് പാർക്കിംഗ് ഏരിയ എന്ന് പറഞ്ഞ് കാണിച്ചിരിക്കുന്നത് കണ്ടില്ലേ. അതാ കണ്ടില്ലേ, ഇവിടെ ആയിട്ട് കുറേ വണ്ടികൾ പാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ബസ്സുകളെല്ലാം തോനെയുണ്ട്. അപ്പോൾ ഒരുപാട് ആൾക്കാരുണ്ട്. അങ്ങനെ ഞാൻ ടിക്കറ്റ് എടുത്തിരിക്കുവാണ്. ഒരാൾക്ക് 85 രൂപയാണ് ടിക്കറ്റ് ചാർജ്. നല്ലൊരു മഴയും പെയ്യുന്നുണ്ട് കേട്ടോ. വെള്ളച്ചാട്ടം ഇപ്പോഴും കാണാൻ നല്ല ഭംഗിയായിരിക്കും. അത്യാവശ്യം നല്ലപോലെ മഴ പെയ്യുവാണ്. അങ്ങനെ നമ്മൾ ടിക്കറ്റ് എടുത്തതിന് ശേഷം ഇവിടെ ആയിട്ടൊരു ക്യൂ ഉണ്ട്. ഈ ക്യൂവിൽ നമ്മൾ വെയിറ്റ് ചെയ്യുക. അപ്പോഴാണ് ബസ് വരുന്നത് കേട്ടോ. അങ്ങനെ ഇവിടുത്തെ പാർക്കിങ്ങിൻ്റെ ചാർജ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈക്കിന് 30 രൂപയും കാറിന് 75 രൂപയും മിനി ബസ്സാണെന്നുണ്ടെങ്കിൽ 152 രൂപയും വലിയ ബസ്സാണെന്നുണ്ടെങ്കിൽ 240 രൂപയും. അങ്ങനെയാണ് പാർക്കിംഗ് ഫീസ്.
എന്തായാലും എന്താ ഇതുപോലത്തെ ബസ്സുകൾ 3 ബസ്സുകൾ ഇവിടെ നിലവിലുണ്ട്. ഫോറസ്റ്റിൻ്റെ ബസ്സാണ്. അപ്പോൾ ഇതുപോലത്തെ ബസ്സിലാണ് നമ്മൾ പാലരുവിയിലേക്ക് പോകുന്നത്, വെള്ളച്ചാട്ടത്തിലേക്ക് പോകുന്നത്. ഇപ്പോൾ സമയം 4 മണിയാകാൻ പോകുന്നുണ്ട്. 5 മണി വരെ അവിടെ നിൽക്കാമെന്നാണ് ചോദിച്ചപ്പോഴേ അറിഞ്ഞത് കേട്ടോ. ഞാൻ വെള്ളച്ചാട്ടത്തിൽ കുളിക്കുന്നതൊന്നുമില്ല, അതുകൊണ്ട് പോയിട്ട് പെട്ടെന്ന് വരാം. ബസ് തിരിക്കുവാണ്. യെസ്, നമ്മുടെ ബസ് വന്നിട്ടുണ്ട്. ബസ്സിൻ്റെ ഏറ്റവും ഫ്രണ്ട് സീറ്റ് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ നിന്നും 4 കിലോമീറ്ററാണ് വെള്ളച്ചാട്ടത്തിലേക്കുള്ള ദൂരം. എന്തായാലും നമുക്ക് കാഴ്ചകളൊക്കെ കണ്ടങ്ങ് പോവാം. അങ്ങനെ നമ്മുടെ ബസ് പുറപ്പെട്ടിരിക്കുവാണ്. ഉൾവനത്തിനകത്തൂടെ, തേക്കിൻ കാടാണ് ഈ കാണുന്നത്, കാട്ടിനകത്തൂടെ ബസ് പുറപ്പെട്ടിരിക്കുവാണ്. എന്തായാലും നല്ലൊരു ഇരുണ്ട അന്തരീക്ഷമാണ് കേട്ടോ. നല്ലൊരു ഫീലുണ്ട് ഇതുവഴി പോകാനേ. നല്ല മരങ്ങളും ഈ ഒരു മഴയുടെ അന്തരീക്ഷമൊക്കെ ആയപ്പോൾ നല്ലൊരു ഇരുട്ട് അനുഭവപ്പെടുന്നുണ്ട്. കൊള്ളാം. ഇതാ കണ്ടില്ലേ, വേറൊരു ബസ് ആൾക്കാരൊക്കെ ആയിട്ട് തിരിച്ചു വരുവാണ്. ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും സർവീസ് ഉണ്ട്. പാലരുവി റിസോർട്ട്. ഇതാ കണ്ടില്ലേ, ഇവിടെ ആയിട്ടെല്ലാം ഓരോ ചെറിയ ചെറിയ അരുവികൾ ഇങ്ങനെ കാണാം കേട്ടോ. നല്ല മഴ പെയ്ത് തുടങ്ങുമ്പോൾ, മൺസൂണെല്ലാം ശക്തി പ്രാപിക്കുമ്പോൾ ഈ റൂട്ട് വരാൻ നല്ല ഭംഗിയായിരിക്കും. ഇപ്പോൾ ഭംഗി കുറവെന്നല്ല പറയുന്നത്, പക്ഷേ മൺസൂൺ ആയിരിക്കുമ്പോൾ ഈ പോകുന്ന വഴിയിലെല്ലാം ചെറിയ ചെറിയ അരുവികളെല്ലാം നല്ലതുപോലെ കാണാൻ പറ്റും. ഒരു കാര്യം കാണിക്കാൻ വേണ്ടി വിട്ടുപോയി. ഇവിടെ വരുന്ന വഴിക്ക് ആനപ്പിണ്ടം കണ്ടായിരുന്നു കേട്ടോ. പെട്ടെന്ന് വീഡിയോ ഓണാക്കിയപ്പോഴത് കഴിഞ്ഞു. അങ്ങോട്ടേക്ക് പോകുമ്പോൾ നോക്കട്ടെ, കാണുമായിരിക്കും. ആനപ്പിണ്ടമല്ല, ആനയെ നോക്കാം. ചിലപ്പോഴേ ആനയൊക്കെ റോട്ടിൽ ഇറങ്ങി നിൽക്കത്തുള്ളൂ. രാത്രി എങ്ങനെ വന്നതായിരിക്കും ചിലപ്പോഴേ. കുറേ നാൾ മുൻപ് ബൈക്ക് കയറ്റി വിടുമായിരുന്നു ഈ റൂട്ട്, പക്ഷേ ഇപ്പോഴും ബൈക്ക് കയറ്റി വിടുന്നില്ല. ബൈക്ക് കയറ്റി വിടുന്ന സമയത്ത് ഞങ്ങൾ വന്നിട്ടുണ്ട് ഇവിടെ. കോളേജിലെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് വന്നതാണ്. അതൊക്കെ ഓരോരോ നല്ല നല്ല ഓർമ്മകൾ. ദാ ഈ ഒരു ഭാഗമെല്ലാം നല്ല ഇരുട്ടാണ് കേട്ടോ. വീഡിയോയിലൂടെ കാണുമ്പോഴേ നിങ്ങൾക്കത് ശരിക്കും മനസ്സിലാവാത്തതാണ്. നേരിട്ട് വരുമ്പോഴത്തേക്കും ഇരുട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് നല്ല മഴയുടെ അന്തരീക്ഷവും ആ ഒരു വനത്തിൻ്റെ അന്തരീക്ഷമായിട്ടുള്ളൊരു ഇരുട്ടുണ്ടല്ലോ, അതൊരു പ്രത്യേക അനുഭവമാണ്. എവിടെയായിട്ടെല്ലാം നോക്കിയാൽ വലിയ വലിയ മരങ്ങൾ, അടിപൊളി കേട്ടോ. യെസ്, അങ്ങനെ നമ്മൾ ഇറങ്ങേണ്ട സ്ഥലം എത്തിയിരിക്കുവാണ്. ഈ ബസ്സിലേക്ക് കയറാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാർ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. അങ്ങനെ ഞാൻ ബസ്സിൽ വന്ന് ഇറങ്ങിയപ്പോൾ നോക്കിയാൽ ഇവിടെ ആയിട്ട് ഒരുപാട് ആൾക്കാരുണ്ട്. പിന്നെ അത് ഇവിടെ ആയിട്ട് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ചെറിയ ബെഞ്ചുകളെല്ലാം ഇട്ടിട്ടുണ്ട്. ചെറിയൊരു മണ്ഡപമുണ്ട്. അവിടെ ആയിട്ട് കുഞ്ഞൊരു കഫ്റ്റേരിയ ഉണ്ട്. പ്രധാനമായിട്ടും എടുത്തു പറയേണ്ടത് കുരങ്ങിൻ്റെ ശല്യമുണ്ട് കേട്ടോ. ബാഗെല്ലാം ആയിട്ട് വരുവാണെങ്കിൽ സൂക്ഷിക്കുക. ഈ കാണുന്നത് ചായയും കാപ്പിയും എല്ലാം കിട്ടുന്ന ചെറിയൊരു കഫേയാണ്. ഇതുമൊക്കെ സാധാരണ ഭയങ്കര അപകടം എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെയാണ് ബോർഡ് വയ്ക്കുന്നത്. ഇതൊരു ഫണ്ണായിട്ടുമുണ്ട്, പക്ഷേ ഉദ്ദേശിക്കേണ്ട കാര്യം അവർ പറഞ്ഞിട്ടതുകൊണ്ട് സേഫ്റ്റി ഫസ്റ്റ്. കൊള്ളാം അല്ലേ? എന്തായാലും നടന്നു പോകുന്ന വഴിയും കൊള്ളാം കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലത്തെ ആ ഒരു ഇരുണ്ട അന്തരീക്ഷം കൊള്ളാം. നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ വെള്ളച്ചാട്ടത്തിൻ്റെ ആ ഒരു ശബ്ദവും കേൾക്കാം. ഇതോ കണ്ടില്ലേ, അവിടെ ആയിട്ട് പാലരുവി വെള്ളച്ചാട്ടത്തിലെ വെള്ളം ഇങ്ങനെ ഒഴുകി പോകുന്നതും കാണാം. ഇതെല്ലാം നല്ല കാഴ്ചയാണ്. നമ്മളെ വെള്ളച്ചാട്ടത്തിലേക്ക് വെൽക്കം ചെയ്യുന്ന ഓരോരോ കാഴ്ചകൾ. നമ്മളങ്ങനെ വെള്ളച്ചാട്ടം ലക്ഷ്യമിട്ട് പോകുമ്പോൾ മലർന്നും കൂടെ നോക്കണം കേട്ടോ. മലർന്ന് നോക്കുമ്പോൾ ആ ഒരു വലിയ വലിയ മരങ്ങൾക്കിടയിലൂടെ ആകാശം കാണുന്നതെല്ലാം ഒരു പ്രത്യേക അനുഭവമാണ്. അങ്ങനെ ആകാശം നല്ലതുപോലെ കാണാനും പറ്റില്ല. ഫുള്ള് മരങ്ങളുടെ ഇലകൾ ഇങ്ങനെ വന്നിങ്ങനെ മറഞ്ഞു നിൽക്കുവാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ചീവീടിൻ്റെ സൗണ്ട് ഇവിടെ ഭയങ്കരമായിട്ടുണ്ട് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് വരും, ഇടയ്ക്കിടയ്ക്ക് വീണ്ടും അത് സൈലൻ്റ് ആവും. അതാ ഇവിടെ ആയിട്ട് കുടുംബസമേതം കുളിക്കാനുള്ള സ്ഥലം അങ്ങനെ സെപ്പറേറ്റ് ഉണ്ട് കേട്ടോ. അത് കൊള്ളാം അല്ലേ? അങ്ങനെ ഞാനീ നടന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ഇതാണ് ഫാമിലി ആയിട്ട് കുളിക്കാൻ വരുന്ന സ്ഥലം കേട്ടോ. എല്ലായിടത്തും ലൈഫ് ഗാർഡുമാരും എല്ലാവരും ഉണ്ട്, അതുകൊണ്ട് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. നല്ല പ്യുവർ വാട്ടർ. വെള്ളം ഇങ്ങനെ ഒഴുകി പോകുന്നത് കണ്ടുകൊണ്ട് നിൽക്കാൻ തന്നെ നല്ല ഭംഗിയല്ലേ? കൊടും കാടാണ് നോക്കേ. ഇതാ കണ്ടില്ലേ, വെള്ളം ഇങ്ങനെ ഒഴുകി ഗളഗള സൗണ്ടിൽ ഇങ്ങനെ ഒഴുകി പോകുന്നത്. അത് കേട്ടോണ്ട് നിൽക്കാൻ തന്നെ ഒരു നല്ലൊരു അനുഭവമാണ്. നമുക്ക് ഈ സ്ഥലത്ത് നിന്നും മുകളിലേക്ക് പോകാം. മെയിനായിട്ട് വെള്ളം വീഴുന്ന ആ ഒരു ഭാഗത്തേക്ക് പോകാം. 5 മണി വരെ ഇവിടെ നിർത്തുള്ളൂ. ഇപ്പോൾ സമയം 4 മണി കഴിഞ്ഞിട്ടുണ്ട്. അങ്ങോട്ടെല്ലാം പോയി ഒന്ന് കറങ്ങിയിട്ട് വരാം. അങ്ങനെ അവിടെ നിന്ന് നടന്നതാ മെയിൻ ഫാൾസിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. നോക്കേ, അവിടെ ആയിട്ട് വെള്ളം വീഴുന്നത് പാല് പോലെ. കൊള്ളാം അല്ലേ?
അങ്ങനെ ഈ സ്റ്റെപ്പുകൾ നടന്ന് മുകളിലേക്ക് പോകുമ്പോഴാണ് നല്ല കിടിലം വ്യൂ. ഏകദേശം നമ്മൾ അടുത്ത് വന്നിരിക്കുകയാണ് കേട്ടോ. ഇതുവഴി ഇങ്ങനെ അങ്ങോട്ടേക്ക് നടന്നു പോകുമ്പോൾ നല്ലൊരു വ്യൂ ഉണ്ട്. പിന്നെ അതോ അവിടെ ആയിട്ടൊരു വ്യൂ പോയിന്റും ചെയ്തിട്ടുണ്ട്. അങ്ങനെ സ്റ്റെപ്പ് കയറി മുകളിലേക്ക് പോവുകയാണ്. ഓക്കെ, അടിപൊളിയല്ലേ? കിടിലമായിട്ട് കുളിക്കുന്നു. നല്ല തണുത്ത വെള്ളമല്ലേ, ശുദ്ധമായിട്ടുള്ള വെള്ളം, പാറയിൽ തട്ടി തട്ടി ഒഴുകി വരുന്ന വെള്ളമാണ്. അതിൽ നല്ല അടിച്ച് പൊളിച്ച് ആസ്വദിച്ച് ഒന്ന് കുളിക്കുക എല്ലാവരും. എന്തായാലും മഴ പെയ്യുന്നുണ്ട്. ഞാൻ നടന്നേ ആ ഒരു മെയിൻ വ്യൂ പോയിന്റ് ഉണ്ടല്ലോ, അങ്ങോട്ടേക്ക് പോയി നിൽക്കാൻ വേണ്ടി പോവാണ്. അവിടെ നിന്ന് നല്ല അടിപൊളി വ്യൂ ആയിരിക്കും. പോയി നോക്കിയിട്ട് വരാം. അങ്ങനെ നേരത്തെ ആ ഒരു ഭാഗത്തായിട്ടാണ് നിന്നത്. ഈ പടി കയറി മുകളിലേക്ക് ചെല്ലുന്നതാണ് ഏറ്റവും കിടിലം വ്യൂ പോയിന്റ്. ഇതാ കണ്ടില്ലേ, ഇതാണ് ഞാൻ പറഞ്ഞ മണ്ഡപം. ഇതിൽ നിന്നുള്ള വ്യൂ കിടുവായിരിക്കും. അങ്ങനെ ആ ഒരു കൽമണ്ഡപത്തിനകത്ത് നിന്ന് നോക്കുന്നൊരു വ്യൂ ആണ് ഈ കാണുന്നത്. ഓക്കെ, അടിപൊളിയല്ലേ? നമ്മൾ കുറേ കൂടെ മുകളിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. നേരത്തെ ആ ഒരു താഴെ ഭാഗത്ത് നിന്നുമാണ് നോക്കിയത്. ഇപ്പോൾ നോക്കേ, എന്തായാലും ആ ഒരു വെള്ളം വീഴുന്ന സൗണ്ടേ ഇങ്ങനെ കേട്ടോണ്ട് നിൽക്കാൻ ഒരു പ്രത്യേക അനുഭവം. ഇവിടെ പാറക്കല്ലിലായിട്ട് ഓരോരോ വിഗ്രഹങ്ങളും ശില്പങ്ങളും എല്ലാം കൊത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് സൂക്ഷിച്ച് നോക്കിയാലേ കാണാൻ പറ്റുള്ളൂ. കുറ്റാലം വെള്ളച്ചാട്ടത്തിലും അവിടെ എല്ലാം ഉണ്ട് ഇതേപോലെ കൊത്തി വെച്ചിരിക്കുന്നത്. ശിവലിംഗം എല്ലാം കൊത്തി വെച്ചിരിക്കുന്നത് കണ്ടില്ലേ, അവിടെ ആയിട്ടെല്ലാം ഉണ്ട്. അങ്ങനെ മനോഹരമായിട്ടുള്ള ആ ഒരു പാലരുവി വെള്ളച്ചാട്ടം കണ്ടതിന് ശേഷം തിരികെ ബസ്സിൽ കയറാൻ വേണ്ടി വന്നിരിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ സമയം 4:30 ആകുന്നതേ ഉള്ളൂ. ഞാൻ പിന്നെ നേരത്തെ ഇറങ്ങിയതാണ്. പോകുന്ന വഴിക്ക് അവിടെ ആയിട്ട് എക്കോ ഷോപ്പുണ്ട്. അത് 5 മണിക്ക് ക്ലോസ് ചെയ്യുമെന്നാണ് പറഞ്ഞത്. എന്തായാലും നമുക്ക് പോയി നോക്കാം. ഓപ്പൺ ആയിട്ടിരിക്കുകയാണെങ്കിൽ അതൊന്ന് കാണാം. അതാണ് ഞാൻ നേരത്തെ ഇറങ്ങിയത്. ഇവിടെ ആയിട്ട് ചായയും കോഫിയും എല്ലാം കിട്ടുന്ന കഫേ ഉണ്ടെന്ന് പറഞ്ഞായിരുന്നല്ലോ. ആവശ്യമുള്ളവർ വാങ്ങി കഴിക്കുക. അങ്ങനെ ആ ഒരു മനോഹരമായിട്ടുള്ള വെള്ളച്ചാട്ടം കണ്ടതിന് ശേഷം തിരികെ നമ്മൾ പോയ സ്ഥലത്ത് വന്നിരിക്കുകയാണ് കേട്ടോ. ബസ് കയറിയ സ്ഥലത്ത് വന്നിരിക്കുകയാണ്. ഇവിടെ എക്കോ ഷോപ്പ് ഓപ്പൺ ആയിട്ടിരിക്കുകയാണോ എന്ന് നോക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അകത്ത് കയറി ആ ഒരു സംഗതി കാണാം. എക്കോ ഷോപ്പിനകത്തേക്ക് വന്നിരിക്കുകയാണ്. ഇവിടെ ആയിട്ട് സാൻഡലും എല്ലാം ഉണ്ട് കേട്ടോ. കേരള സാൻഡൽ കണ്ടില്ലേ, അങ്ങനെ പലതരം ഐറ്റംസ് ഉണ്ട്. തേനും എല്ലാം. തേൻ എത്ര രൂപയത്? കാട്ടുതേൻ 1/2 ലിറ്റർ 450 രൂപ. ഈ സാൻഡൽ എന്ന് പറയുന്നത് ആണല്ലേ, മൈസൂർ സാൻഡൽ പോലെ കേരള സാൻഡലാണ്. അത് എത്ര പാക്കറ്റ്? അത് 3 പീസ് അല്ലേ? 3 പീസ് 210 രൂപ. അങ്ങനെ പല പല സംഗതികളുണ്ട് ഇവിടെ. അതിൻ്റെ റേറ്റ് എല്ലാം കാണിച്ചിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, പ്രൈസ് ലിസ്റ്റ് എല്ലാം ഉണ്ട് ഇവിടെ. ഇതാ കണ്ടില്ലേ, ഇവിടെ ആയിട്ട് പുൽത്തൈലവും അങ്ങനത്തെ പലതരം സംഗതികളുണ്ട്. റേറ്റ് എല്ലാം അതിനകത്ത് കാണിച്ചിട്ടുണ്ട്. 220 രൂപ. ഏലവും എല്ലാം 350 രൂപ. അങ്ങനെ പല പല വിലയ്ക്കുണ്ട് കേട്ടോ. അങ്ങനെ ആ ഒരു പാലരുവി വെള്ളച്ചാട്ടം എല്ലാം കണ്ടതിന് ശേഷം തിരികെ വന്നു. ആ എക്കോ ഷോപ്പിലും എല്ലാം കയറിയിട്ട് ഇറങ്ങി കേട്ടോ. വെള്ളച്ചാട്ടത്തിൽ നിന്നപ്പോൾ നല്ലൊരു മഴ പെയ്തു. അത് നിന്നങ്ങ് നനഞ്ഞു കേട്ടോ. കുട ഉണ്ടായിരുന്നു, പക്ഷേ കുട പിടിച്ച് നിന്ന് കഴിഞ്ഞാൽ ആ ഒരു വൈബ് കിട്ടത്തില്ല. അതുകൊണ്ട് ആ ഒരു ചെറിയൊരു മഴ നിന്നങ്ങ് നനഞ്ഞു. 5 മണി വരെ ഉള്ളൂ സമയം. 5 മണി ആയിട്ടുണ്ട്. അങ്ങനെ ഇനിയിപ്പോഴും ഞാൻ ഇവിടെ നിന്ന് തിരികെ ബസ്സിൽ കയറി പുനലൂർ പോയിട്ട് പുനലൂരെന്ന് ട്രെയിനുണ്ട്. 6 മണിക്കൊരു ട്രെയിനുണ്ട്. അത് കിട്ടുമോയെന്ന് അറിയില്ല. 1 മണിക്കൂർ കൊണ്ട് പുനലൂർ എത്തുമോ നോക്കാം. ഫാസ്റ്റ് കിട്ടുമെങ്കിൽ ചിലപ്പോൾ എത്തുമായിരിക്കും. പുനലൂരെന്ന് 6 മണിക്ക് ട്രെയിനുണ്ട്. പിന്നെ അതിനുശേഷം 7:35 ട്രെയിനുണ്ട്. അപ്പോൾ ഈ 2 ട്രെയിനിൽ ഏതെങ്കിലും ഒരു ട്രെയിൻ പിടിച്ചിട്ട് നാട്ടിലേക്ക് വിടാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോഴെന്തായാലും സത്യത്തിൽ മടിച്ചിരുന്നായിരുന്നെങ്കിലേ മടിച്ചിരിക്കത്തേ ഉള്ളായിരുന്നു. എങ്ങോട്ടും പോകാതെ ഇങ്ങനെ എന്തുവാ പറയുന്നത്. ഇപ്പം നമ്മൾ വിചാരിക്കുമല്ലോ, ഇന്നിനിപ്പോൾ പോകണ്ട, നാളെ നമുക്ക് വേറെ എങ്ങോട്ടെങ്കിലും സ്ഥലത്ത് പോകാമെന്നൊക്കെ പ്ലാൻ ചെയ്ത് ഓരോരോ ദിവസങ്ങളിങ്ങനെ മുന്നോട്ട് പോയായിരുന്നെങ്കിൽ അങ്ങനെ ഇരിക്കത്തേ ഉള്ളൂ. ഇതേപോലെ രണ്ടും കൽപ്പിച്ചങ്ങ് ഇറങ്ങിക്കഴിഞ്ഞാൽ അടുത്തുള്ള സ്ഥലത്തെങ്കിലും പോയിട്ട് വരാൻ പറ്റും. നമ്മൾ ഒരുപാട് ദൂരെയുള്ള സ്ഥലങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ട് നടക്കാതിരിക്കുന്നതിനെക്കാട്ട് നല്ലതല്ലേ അടുത്തുള്ള പോകാൻ പറ്റുന്ന സ്ഥലങ്ങളിൽ പോയിട്ട് വരുന്നത്. അപ്പോഴെന്തായാലും ഇതേപോലെ നിങ്ങളുടെ നാട്ടിലും ഉള്ള നിങ്ങൾക്ക് പെട്ടെന്ന് പോയിട്ട് വരാൻ പറ്റിയ ഓരോ സ്ഥലങ്ങളിലൊക്കെ വെറുതെ ഒന്ന് കറങ്ങിയിട്ട് വരണം കേട്ടോ. മൈൻഡൊക്കെ ഒന്ന് റിലാക്സ് ആവും. പിന്നെ നമ്മൾ ഈ ഒരുപാട് ദൂരെ പോകുമ്പോഴത്തേക്കും വേറൊരു ടെൻഷൻ വരും. അതിന് വേണ്ടിയിട്ടുള്ള പൈസ നമ്മുടെ കയ്യിലുണ്ടോ, എത്ര രൂപ ചിലവാകും, ബഡ്ജറ്റിൽ നിൽക്കുമോ, സാലറി തീരുന്നത് വരെ നമുക്ക് പിടിച്ച് നിൽക്കാൻ പറ്റുമോ എന്നൊക്കെ ഉള്ളൊരു ടെൻഷൻ കാണും. പക്ഷേ ഇങ്ങനത്തെ ചെറിയ ചെറിയ യാത്രകൾക്കൊന്നും ഒരു ടെൻഷനും ഇല്ല. നമ്മുടെ പോക്കറ്റിൽ ഒതുങ്ങുന്ന പൈസയ്ക്ക് പോയിട്ട് വരാൻ പറ്റിയ സ്ഥലങ്ങളാണ് ഇതൊക്കെ, ഇതേപോലെയുള്ള സ്ഥലങ്ങളൊക്കെ. അപ്പോൾ ഇതുപോലത്തെ സ്ഥലങ്ങളൊക്കെ നിങ്ങളും ഇതുപോലെ വീഡിയോ മാത്രം കണ്ടിട്ടിരിക്കാതെ യാത്രയും കൂടെ ചെയ്യണം കേട്ടോ. അപ്പോഴെന്തായാലും ഞാൻ നടന്ന് ബസ് കിട്ടുന്ന ആ ഒരു പരിസരത്തിൻ്റെ അടുത്തേക്ക് വന്നിരിക്കുകയാണ്. ഇവിടെ നിന്നും ബസ് കയറി
റെയിൽവേ സ്റ്റേഷനിൽ പോകുന്നു, അവിടെ നിന്ന് ട്രെയിൻ കയറി നാട്ടിലേക്ക് പോകുന്നു. അങ്ങനെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കാണിക്കേണ്ട കാര്യമൊന്നും ഇല്ലെന്നാണ് തോന്നുന്നത്. കാര്യമില്ല. ഇനി ഞാൻ തിരികെ അങ്ങ് നാട്ടിലേക്ക് വിടുവാണ്. അപ്പോഴെന്തായാലും ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുവാണ്. ഇതുപോലത്തെ യാത്രകളും വിശേഷങ്ങളൊക്കെയാണ് നമ്മുടെ ഈ ഒരു ചാനലിൽ വരുന്നത്. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ താല്പര്യമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ചാനൽ യൂട്യൂബിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ കാണുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക കേട്ടോ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നു. നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. യെസ്, അങ്ങനെ ബസ്സിൽ കയറി ബസ്സിൽ ടിക്കറ്റ് എടുത്തു കേട്ടോ. പുനലൂർ വരെ പോകുന്നതിന് ബസ് ടിക്കറ്റ് ചാർജ് 61 രൂപ.